സുപ്രധാന കാര്യം അറിയിക്കുവാനാണ് ഈ ഒരു വീഡിയോ അടിയന്തരമായിട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിരുന്ന ബിൽപത്രത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ വളരെ വൈറലായി തീർന്നു. എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് ആരോ അത് ഡൗൺലോഡ് ചെയ്ത ശേഷം വ്യത്യസ്ത വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ പലർക്കായിട്ട് അയക്കുകയും ചെയ്തു. അതിലൊന്നും തെറ്റില്ല, ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും പാസ് ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് ഞാനൊരു നമ്പർ കൊടുത്തിരുന്നു, 9995324212, ഒരു പ്രത്യേകം അതായത് വാട്സാപ്പ് ചെയ്യുവാൻ വേണ്ടിയുള്ള മെസ്സേജാണെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോൺ നമ്പർ എൻ്റെ ഓഫീസ് സ്റ്റാഫാണ് കൈകാര്യം ചെയ്യുന്നത്, ഞാനല്ല. അപ്പോൾ അതിലേക്ക് നിരവധി കോളുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റിൽ തന്നെ ഒരുപാട് കോളുകൾ വരുമ്പോൾ ജാം ആവുന്നൊരവസ്ഥയിലേക്ക് എത്തി. എൻ്റെ കൂടെയുള്ള എൻ്റെ ലീഗൽ അസിസ്റ്റൻറ്റ് പ്രശ്നത്തിലായി. അവരെന്നെ വിളിച്ച് പറഞ്ഞു ആ നമ്പർ കുറച്ച് നാളത്തേക്കൊന്ന് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പോകണം. അത്രയ്ക്ക് കോൾ ജാമിംഗ് ആണ്. കാരണം നമുക്കറിയാം ബിൽപത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ടായിരുന്നു. എല്ലാവരും കോൾ വിളിക്കാനുണ്ടായത്. കൂട്ടത്തിൽ രസകരമായ ഒരു കാര്യം, കൊല്ലത്ത് നിന്ന് ഒരു ഉമ്മ വിളിച്ചത്രേ. ഉമ്മ വിളിച്ചിട്ട് ഫോൺ കട്ടാക്കി, കാരണം കോൾ എടുക്കാൻ പറ്റില്ല. അതിനുശേഷം അവർ മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ച് നമ്മുടെ സ്റ്റാഫ് മെസ്സേജ് അയച്ചപ്പോൾ അവിടുന്ന് കിട്ടിയ റിപ്ലൈ കോൾ അവരുടെ ഒരു വീഡിയോ മെസ്സേജാണ്. തനിക്ക് വേറെ വല്ല പണിക്കും പോകൂടെ ആൾക്കാരെ പറ്റിക്കാനായിട്ട്, എനിക്ക് കിട്ടിയ വീഡിയോ മെസ്സേജിനകത്ത് എൻ്റെ കേസ് നിങ്ങൾ ഫ്രീ ആയിട്ട് എടുത്ത് നടത്തുമല്ലോ എന്നൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നതെന്നാണ്. ഞാനും ഞെട്ടിപ്പോയി. സംഭവം മറ്റൊന്നുമല്ല, ഏതോ ഒരു വിരുദ്ധൻ ഇത് വാട്സാപ്പിൽ നിന്ന് ഫേസ്ബുക്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ശേഷം അതിനിടയിൽ ടൈറ്റിലൊക്കെ മാറ്റി, ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്ത് കേസുകളുണ്ടെങ്കിലും അഡ്വക്കേറ്റ് ജോയി ജോണാനുമായി ബന്ധപ്പെട്ടാലും മതി, ഫ്രീ ആയിട്ട് കേസ് നടത്തി തരുമെന്നാണ് അയാൾ കൊടുത്ത സബ് ടൈറ്റിൽ. ഇനി എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പേരിലേക്ക് വന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഉമ്മ വല്ലാതെ ചൂടായി. ഉമ്മയ്ക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടണം. പിന്നീട് ഉമ്മയുടെ കുറേ മെസ്സേജുകൾ വന്നതായിട്ട് എനിക്ക് എൻ്റെ സ്റ്റാഫ് അയച്ചു തന്നു. ഞങ്ങളുടെ നാട്ടിലും വക്കീലന്മാരുണ്ട്, ഒറ്റ കോളിൽ ഞങ്ങൾക്ക് കിട്ടും, നിന്നെയൊക്കെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലോ, നീ ആരാണ്, നീ എന്തിനാണ് ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ടത്, എനിക്കെന്തിനാണ് വാട്സാപ്പിലേക്ക് അത് അയച്ചു തന്നത്, ഇത് നിൻ്റെ ബിസിനസ്സാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഘോര. എനിക്ക് അവരോട് കുറ്റമൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ കേട്ട മനസ്സിലായി പ്രായമായ ഒരു സ്ത്രീയാണ്. എന്നാലും ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്, എൻ്റെ ഈ ഒരു പേജിലൂടെ ലീഗൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അല്ലാണ്ട് ഇത്തരം കേസുകൾ ഏറ്റെടുത്ത് ഫ്രീ ആയിട്ട് നടത്തുന്ന ഒരു അഡ്വക്കേറ്റ് അല്ല ഞാൻ. എനിക്കും കുടുംബവും ഇതൊക്കെ ഉള്ളതല്ലേ. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ എൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു ചേർത്തുകയും അതിന് സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഓഫീസ് അത് നടത്തും. പക്ഷേ അതിനുവേണ്ടിയല്ല ഞാൻ ഇത്തരത്തിലുള്ള മെസ്സേജുകളോ സന്ദേശങ്ങളോ തരുന്നത്. എനിക്കറിയാവുന്ന ലീഗൽ ഇൻഫർമേഷൻസ് ജനങ്ങൾക്ക് തരുന്നു. അതാണ് എൻ്റെ ഫ്രീ ആയിട്ടുള്ള സർവീസ്. അത് കഴിഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടിലുള്ള എല്ലാ കേസും എടുത്ത് നടത്തുവാനുള്ള സാമ്പത്തിക സ്ഥിതി എനിക്കില്ല എന്ന് പ്രത്യേകം ഓർക്കുക. പിന്നെ ഇത് സ്വാഭാവികമായിട്ടും എൻ്റെ പേജിൽ വരുന്നത് എൻ്റെ പേജിന് റീച്ചിന് വേണ്ടിയാണ്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതിൽ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കത് തടയാനും പറ്റില്ല. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തോളൂ. പക്ഷേ ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് തോന്നുന്ന ടൈറ്റിലുകൾ കൊടുക്കരുത്. അതിനകത്ത് വാട്സാപ്പിൻ്റെ ഒരു സിഗ്നൽ വെച്ചിട്ട് ഒരു സൈൻ വെച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുവാനാണ് അയച്ചേക്കുന്നത്. വാട്സാപ്പ് മെസ്സേജ് ഉള്ളി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്ക് കോൾ വിളിച്ചുകൊണ്ട് ഒരു സമയം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കോൾ ലിസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെ കോളുകൾ തുരുതുരാ വന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റാഫ് ചിലതെടുക്കുന്നു, സംസാരിക്കുന്നു, ചിലർ ചൂടാകുന്നു. നിങ്ങളെന്താണ് കോൾ എടുക്കാത്തത്? എല്ലാവർക്കും ഫ്രീ സർവീസ്, ഇതെല്ലാവർക്കും കേസ് നടത്തണം. എൻ്റെ അച്ഛൻ്റെ സ്വത്ത് മകൾ കൊണ്ടുപോയി, മകളുടെ സ്വത്ത് അച്ഛൻ കൊണ്ടുപോയി, നിങ്ങൾ ആ കേസ് എൻ്റെ അടുത്ത് നടത്തൂ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഏതോ ഒരു വിരുദ്ധന് തോന്നിയ ഒന്ന് രണ്ട് ശത്രുവായിരിക്കാം, അല്ലെങ്കിൽ ഇത്തരം വീഡിയോകൾ ചെയ്യുന്നതിനുള്ള എതിർപ്പുള്ള ആരോ ആയിരിക്കാം, അവർ കൊടുത്തൊരു ടൈറ്റിലാണ്. ഈ വാട്സാപ്പിലൂടെ വരുന്ന സന്ദേശങ്ങൾക്ക് എനിക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. എൻ്റെ കാര്യം എന്താണെന്ന് എൻ്റെ പേജിൽ കൃത്യമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അല്ലാണ്ട് ആരെങ്കിലും അയച്ചു തരുന്ന വാട്സാപ്പ് മെസ്സേജ് ഞാൻ അയച്ചു തന്നാണെന്നും നിങ്ങളുടെയൊക്കെ കേസ് ഫ്രീ ആയിട്ട് നടത്താനും ഉള്ള അച്ചാരം എനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. ഇത് അയച്ചവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എന്തായാലും തീർച്ചയായിട്ടും ഇനിയും എൻ്റെ പല സന്ദേശങ്ങളും ഇത്തരത്തിൽ വാട്സാപ്പിലൂടെ പ്രചരിക്കാറുണ്ട്. വാട്സാപ്പ് എന്ന് പറയുന്നത് ആർക്കും എന്തും എഴുതി വിടാം. നമ്മുടെ മൊബൈലിൽ എഡിറ്റർ ഉള്ളപ്പോൾ അതൊക്കെ എന്തും എഴുതി വിടാം. അപ്പോൾ ആധികാരികമായിട്ട് എൻ്റെ പേജിൽ കാണുന്നതാണ് എൻ്റെ വീഡിയോ. അത് ഏറ്റെടുത്ത് ആരെങ്കിലും എഡിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മോശമായിട്ട് ടൈറ്റിലോ കൊടുത്തു കഴിഞ്ഞാൽ എന്നെ തെറി വിളിക്കരുത് എന്നോർക്കുന്നു. കൊല്ലത്തുള്ള ആ പ്രിയപ്പെട്ട ഉമ്മയും ഇത് കാണുമെങ്കിൽ വിശ്വസിക്കുക. ഞങ്ങളുടെ ജോലി ഇതിനൊക്കെ മറുപടി പറയാൻ ഇരിക്കലല്ല. ഞങ്ങൾക്ക് ജോലിക്ക് പോകണം, ജീവിക്കണമല്ലോ. അപ്പോൾ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരുടെയും സംശയം തീർക്കുവാൻ പറ്റില്ല. പൊതുവായിട്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ വീഡിയോ ആയിട്ടിടുന്നത്. അതിനടിയിൽ നിങ്ങൾക്ക് കമൻറ്റുകളിലൂടെ സംസാരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം. മെസ്സേജുകൾ അയക്കുമ്പോൾ എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ഞാൻ മറുപടി തരുന്നതായിരിക്കും. ഇനി അതല്ല, അത് എന്തെങ്കിലും ലീഗലായിട്ട് പോകേണ്ട കാര്യമാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ളൊരു വക്കീലിനെ കാണാവുന്നതാണ്. ഇത് എനിക്ക് കേസ് പിടിക്കാനുള്ള പരിപാടിയല്ല. ലോകത്ത് ഞാൻ മാത്രമല്ല വക്കീലുമായിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിനടുത്തുള്ളൊരു വക്കീലിനെ പോയി കേട്ടത് ഇത് ശരിയാണോ, ഇതിനെന്താ വേണമെന്ന് ചോദിക്കാം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെങ്കിൽ അത് ചെയ്യാം. അല്ലാണ്ട് ഇത്തരത്തിലുള്ള ആരെങ്കിലും അയക്കുന്ന മെസ്സേജുകൾ കണ്ടിട്ട്
എന്നെ തെറി വിളിക്കരുതേ എന്ന് മാത്രം അപേക്ഷിക്കുന്നു. നമുക്ക് അടുത്ത സംഭവമായിട്ട് ഉടനെ കണ്ടുമുട്ടാം.